നമ്മുടെ കേക്ക്സിനൊക്കെ അടിപൊളി ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഫർ ഷീറ്റ് കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേഫർ ഷീറ്റ്, എഡിബിൾ ഗ്ലൂ, അതുപോലെ തന്നെ ഗേജ് വയർ, അതേപോലെ പെറ്റൽസ് കട്ട് ചെയ്യാനുള്ള ഒരു കട്ടർ. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. വേഫർ ഷീറ്റ് മടക്കി നമുക്ക് ആവശ്യത്തിനുള്ള സൈസിലുള്ള പെറ്റൽസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു പെറ്റൽ എടുക്കാൻ വേണ്ടിയിട്ട് 2 പീസ് വെച്ചാണ് വേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പെറ്റൽസ് എടുത്തിട്ട് എഡിബിൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സെയിം ഒരു പീസും കൂടെ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. ആ പെറ്റൽസ് ഡ്രൈ ആയിക്കഴിഞ്ഞ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന പോളനില്ലേ, അത് സെൻറ്ററിൽ വെച്ച് 3 പെറ്റൽസ് വെച്ചിട്ട് ഒരു ഫ്ലവേഴ്സാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേഫർ ഷീറ്റ് കൊണ്ടുള്ള ലേസുമാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു വെഡ്ഡിങ് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വർക്കായിരുന്നു ഇത്. ഫുൾ വൈറ്റ് ആയിരുന്നു കസ്റ്റമർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന തീം. 7 ഇഞ്ച് ഹൈറ്റും 7 ഇഞ്ച് വിട്ടിലും വരുന്ന ഡമ്മി ആയിരുന്നു താഴെ നമുക്കുണ്ടായിരുന്നത്. അതുപോലെ 5 ഇഞ്ച് വിട്ടും 7 ഇഞ്ച് ഹൈറ്റും ആയിരുന്നു. ടോപ്പ് ടയർ 1.5 kg ആയിരുന്നു. ഈ ഒരു ഫ്ലവർ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് പെറ്റൽസ് കൂട്ടി പിയോണി പോലെ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും.